നമ്മളിന്ന് ഹൗ ടു എസ്കേപ്പ് ഫ്രം ഇന്റലക്ച്വൽ റബിഷ് എന്നുള്ള ബെർട്രൻ റസ്സൽ എഴുതിയിട്ടുള്ള ഒരു എസ്സേ ആണ് നമ്മൾ നോക്കുന്നത്. സോ ഇതിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഇന്റലക്ച്വൽ റബിഷ്, അതായത് ഫൂളിഷ് ഒപ്പീനിയൻസിൽ നിന്ന് നമുക്ക് ആ ഒരു ട്രാപ്പിൽ നിന്ന് നമുക്ക് ഒഴിവാകുക, അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളെ എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം, അതുപോലെ തന്നെ നമ്മൾ ഫിയേഴ്സിനെ എങ്ങനെ ഓവർകം ചെയ്യാം, പേടികളെ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ സയൻറ്റിഫിക് മൈൻഡ് സെറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അതായത് നമുക്ക് എന്ത് കാര്യം പറയുമ്പോഴും അല്ലെങ്കിൽ കേൾക്കുമ്പോഴേക്ക് എടുത്തു ചാടുന്ന അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം മാറ്റിക്കൊണ്ട് നമ്മുടെ പ്രെജുഡൈസൊക്കെ മാറ്റിക്കൊണ്ട് മുൻവിധിയൊക്കെ മാറ്റിക്കൊണ്ട് മറ്റുള്ളവരുടെ ഒപ്പീനിയന് മാനിക്കണ്ട എന്നല്ല, അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സയൻറ്റിഫിക് ഒബ്സർവേഷന് വിധേയമാക്കണം. അത് ബ്ലൈൻഡായിട്ട് നമ്മൾ അന്ധമായിട്ട് നമ്മൾ അനുകരിക്കുകയും അല്ലെങ്കിൽ ചെവി കൊള്ളുകയും ചെയ്യുന്നതിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ബെർട്രൻ റസ്സൽ പറഞ്ഞത്. അതിനെ ഒന്ന് ഇൻ്റലക്ച്വലായിട്ട് അല്ലെങ്കിൽ സയൻറ്റിഫിക് ഒബ്സർവേഷന് വിധേയമാക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോ അതോറിറ്റി പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ചെവിക്കൊള്ളണമെന്നില്ല, അതിനെന്ത് ചെയ്യണം, അതിനൊരു സയൻറ്റിഫിക് ഒബ്സർവേഷന് വിധേയമാക്കണമെന്നാണ് ബെർട്രൻ റസ്സൽ പറയുന്നത്. സോ ഇത് എങ്ങനെ ഫിയർ ഓവർകം ചെയ്യാം, അതുപോലെ തന്നെ നമ്മളെ മുന്നോട്ടുള്ള ഗമനത്തിന് അല്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്കിന് ഒരു തടസ്സമുണ്ടാക്കുന്ന ഫിയർ എന്നുള്ള പേടി എന്നുള്ള ആ ഒരു ഈവിളിനെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ബെർട്രൻ റസ്സൽ ഇവിടെ കുറച്ച് മാർഗങ്ങൾ പറഞ്ഞു തരുന്നത്. സോ ഇറ്റ്സ് എൻ എസ്സേ എക്സ്പ്ലോറിങ് ദ കോസസ് ഓഫ് ഇറാഷണൽ ആൻഡ് ഡോഗ്മാറ്റിക് തിങ്കിങ്. അപ്പോൾ നമുക്ക് പിടിവാശിയും നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിന് തടസ്സമുണ്ടാക്കുന്ന ഒരു ഫാക്ടറാണ്. സോ ആ ഒരു പിടിവാശിയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ മൈൻഡ് എങ്ങനെ ബ്രോഡാക്കാം, അതുപോലെ തന്നെ കോസസ് ഓഫ് ഇറാഷണൽ തിങ്കിങ്, അതായത് ഇറാഷണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ലോജിക്കല്ലാത്ത ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെങ്ങനെ പല ട്രാപ്പുകളിലേക്കും നമ്മളെങ്ങനെ പോകുന്നു എന്നുള്ളത്. അപ്പോൾ അത്തരം ചിന്താരീതികളെ നമ്മൾ നല്ല പോസിറ്റീവായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ചിന്തകളെ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യാനുള്ള ചില മാർഗങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ സൂപ്പർസ്റ്റിഷൻസ്, അന്ധവിശ്വാസങ്ങളെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള കാര്യങ്ങളും അദ്ദേഹം പറയും. ഇറ്റ് ഈസ് ഓൾസോ കൺസേൺഡ് വിത്ത് വേസ് ടു അവോയ്ഡ് ഫൂളിഷ് ഒപ്പീനിയൻസ്. എങ്ങനെയാണ് ഫൂളിഷ് ആയിട്ടുള്ള ആളുകൾ പറയുന്ന ഒപ്പീനിയൻസിൽ നിന്ന് നമുക്ക് ആ ഒരു ട്രാപ്പിൽ രക്ഷപ്പെടാൻ. ടു വിച്ച് ഈവൺ ഗ്രേറ്റ് ഫിലോസഫർ അരിസ്റ്റോട്ടിൽ ഈസ് ഇമ്മ്യൂൺ. അതായത് ലോകത്തിലെ പല ചിന്തകന്മാരും ആയിട്ടുള്ള അരിസ്റ്റോട്ടിൽ വരെ അതിന് എന്തായിരുന്നു, അകപ്പെട്ടിരുന്നു, ഇമ്മ്യൂണായിരുന്നു എന്നുള്ളൊരു കാര്യം. അരിസ്റ്റോട്ടലിനെ പറ്റി ഒരു നർമ്മരസത്തോടു കൂടി, ഹ്യൂമറസ് സെൻസോടു കൂടി അദ്ദേഹം പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പീനിയനിൽ, അരിസ്റ്റോട്ടലിൻ്റെ ഒരു ഒപ്പീനിയനിൽ വുമണിന് ഫ്യൂവർ ടീത്ത്സ് ആണുള്ളത്, അതായത് കുറച്ച് ടീത്തേ ഉള്ളൂ ഈ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം മെന്നിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ മെന്നിനാണ് കൂടുതൽ ടീത്ത് ഉള്ളത് എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു, ടൂത്ത് ഉള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അരിസ്റ്റോട്ടിൽ. പക്ഷേ ശരിക്കും ട്രൂ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത് ഈക്വൽ ടീത്താണ്, 32. ആ ഒരു ഇതിലാണ് മെന്നിനും ഫീമെയിലിനും ഉള്ളത്, അപ്പോൾ മെയിലിനും ഫീമെയിലിനും ഉള്ളത്. സോ അദ്ദേഹത്തിന് ഈ ഒരു തെറ്റ് വരാണ്ടായ കാരണം, ഫൂളിഷ് ഒപ്പീനിയൻ പെട്ടെന്ന് ജഡ്ജ്മെൻ്റലായിട്ട് പറയാണ്ടായ കാരണം എന്ന് പറയുന്നത്, സോ ആ ഒരു കാരണത്തിന് ആ ഒരു സാധനം എങ്ങനെ മാറ്റിയെടുക്കാമായിരുന്നു അദ്ദേഹത്തിന് സ്വന്തം ഭാര്യയോട് ഒന്ന് ചിരിക്കാൻ പറഞ്ഞിട്ട് ആ ടീത്ത് ഒന്ന് കൗണ്ട് ചെയ്താൽ മതിയായിരുന്നു എന്നാണ് അദ്ദേഹം വളരെ നർമ്മരസത്തോടു കൂടി ബെർട്രൻ റസ്സൽ ഇവിടെ പറയുന്നത്. സോ അതൊരു ചെറിയൊരു സംഭവം മാത്രം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ ഫിയർ ഓവർകം ചെയ്യാം, എങ്ങനെ സൂപ്പർസ്റ്റിഷൻ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം, അതുപോലെ തന്നെ നല്ല തിങ്കിങ് എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ള കാര്യങ്ങൾക്കുള്ള കുറച്ച് അക്കമിട്ട ചില പോയിന്റുകളാണ് പറയുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് റെക്കഗ്നൈസ് ചലഞ്ചിങ് പ്രജുഡൈസസ്. നമ്മൾ എന്ത് ചെയ്യണം, പ്രജുഡൈസുകൾ, നമ്മുടെ മുൻവിധികളൊക്കെ മാറ്റിക്കൊണ്ട് നമ്മൾ ഒരു കാര്യത്തെ പറ്റി മറ്റുള്ള ആളുകൾ പറഞ്ഞത് കേട്ടിട്ട്, ഒരു സ്ഥലത്തെ പറ്റിയാവാം, അല്ലെങ്കിൽ ഒരു നാടിനെ പറ്റി, അല്ലെങ്കിൽ ഒരു കോളേജിനെ പറ്റിയാവാം, അല്ലെങ്കിൽ ഒരു ആളെ പറ്റിയാവാം, ഒരു പേഴ്സണെ പറ്റിയാവാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ പറ്റിയാവാം, ഒരു ഓർഗനൈസേഷനെ പറ്റിയാവാം, ഒരു സംഘടനയെ പറ്റിയാവാം. അപ്പോൾ എന്താണെങ്കിലും അത് പറഞ്ഞു കേട്ടത് വെച്ചിട്ട് നമ്മൾ വിലയിരുത്തരുത് എന്നാണ് പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്യണം, അതിനൊന്ന് സയൻറ്റിഫിക്കായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതിൻ്റെ തിക്തഫലങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ A to Z നമ്മൾ അറിഞ്ഞിരിക്കുക. നമുക്കൊരു ബ്രെയിൻ ഉണ്ട്, ആ ഒരു ബ്രെയിൻ വെച്ചിട്ട് ഗോഡ് ഗിവൺ ബ്രെയിൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഇൻ്റലക്ച്വൽ ഗിഫ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം, പരമാവധി യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. സോ പ്രജുഡൈസസ് ഒഴിവാക്കണം, മുൻവിധികൾ മുൻവിധികൾ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഊഹങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ റിയാലിറ്റി ആണോ എന്നുള്ളത് വളരെ സയൻറ്റിഫിക് മാനറിൽ
ഇപ്പം സയൻസിലൊക്കെ നമ്മൾ പരീക്ഷണം ചെയ്യുന്നത് സയൻറ്റിഫിക് മാനറിലാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. അതുപോലെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ ഓരോ ഫാക്കൽറ്റീസും മീൻസ് നമ്മുടെ ബ്രെയിനിലുള്ള ഓരോ ഫാക്കൽറ്റീസും നമ്മൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞത് ത്രൂ ഗോയിങ് ഔട്ട് ഓഫ് സോഷ്യൽ സർക്കിൾസ് ബൈ ഹെൽത്തി ഡിസ്കഷൻസ് ആൻഡ് ഡിബേറ്റ്സ്. അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ സർക്കിൾസ് കൂടുതൽ യാത്ര ചെയ്യുക, അതുപോലെ തന്നെ പരമാവധി ആളുകൾ അറിയുക എന്നുള്ളത്. ഓക്കെ, ഹെൽത്തി ഡിസ്കഷൻസ്, നമ്മൾ ഡിസ്കഷൻ ഒരിക്കലും ഇപ്പം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. ഓക്കെ, ആ ഒരു അഭിപ്രായ വ്യത്യാസം എല്ലാവർക്കും ഉണ്ടാവും. ഓക്കെ, എൻ്റെ അഭിപ്രായമല്ല മറ്റുള്ള ആൾക്ക്. സോ അഭിപ്രായ വ്യത്യാസങ്ങളെ നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷനിലൂടെ അല്ലെങ്കിൽ അനാരോഗ്യകരമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, വളരെ ജെന്റിലായിട്ടുള്ള ഡിസ്കഷൻസും ഡിബേറ്റ്സും നടത്തണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഡിസ്കഷൻസും ഡിബേറ്റ്സും അനിവാര്യമാണ്, പക്ഷെ അത് ഹെൽത്തി ആയിരിക്കണം എന്ന് പറയാം. സോ അതിന് അദ്ദേഹം പറയുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയൊരു സർക്കിളിൽ ഒതുങ്ങാതെ വലിയൊരു സർക്കിളിലേക്ക് പോയിക്കൊണ്ട് എല്ലാവരെയും അറിയുക, നാടറിയുക, ട്രാവൽ ആൻഡ് നോ പീപ്പിൾ വിത്ത് ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റ് ആൻഡ് കൾച്ചർ. ഓക്കെ, ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റുള്ള ആളുകളെ അറിയുക, കൾച്ചറിനെ അറിയുക എന്നുള്ളത്. അതുപോലെ അവോയ്ഡ് ഡോഗ്മാറ്റിസം, നമ്മൾ എന്ത് ചെയ്യണം, പിടിവാശി ഒഴിവാക്കണം എന്നുള്ളത്. പിടിവാശി എന്നുള്ളത് ഓക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയൂല. അതായത് മീൻസ് നമ്മൾ ഒരു സേഫ് സോണിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ പുതിയൊരു കാര്യം അറിയാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ത്യജിക്കേണ്ടി വരും. ഓക്കെ, അപ്പം ഒരു പിടിവാശി, ഓക്കെ എനിക്ക് ആ ഒരു സ്ഥാനമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ക്യാപ്പബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആ ഒരു സ്റ്റേറ്റസിൽ നിന്നാൽ ഓക്കെ അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയൂല. അല്ലെങ്കിൽ നമ്മളെ ഒരു ഫോർ എക്സാമ്പിൾ ഒരു മാനേജിങ് പൊസിഷനിൽ നിന്നാൽ ആ ഒരു മാനേജിങ് പൊസിഷനിൽ മാനേജറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വേറൊരു കഴിവിട്ടൊരു മാനേജർ അല്ലെ, അതിനേക്കാൾ കഴിവുള്ളൊരു മാനേജർ ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാനോ ഒരു പ്രോബ്ലത്തിന്, ഓക്കെ ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ പറഞ്ഞു തരുമ്പോൾ ഞാനും മാനേജറല്ല, എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ വേണ്ട എന്നുള്ള ആ ഒരു രീതിയിലുള്ള മൈൻഡ് സെറ്റ് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യാൻ തയ്യാറാവുക. അത് നമ്മുടെ ലൈഫിന് ഉപകാരപ്പെടും എന്നുള്ളത്. ഓക്കെ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സൊല്യൂഷൻസ് പറയുമ്പോൾ അത് ചെവിക്കൊള്ളുക എന്നുള്ള ആ ഒരു കാര്യം. ഓക്കെ, അവോയ്ഡ് ഡോഗ്മാറ്റിസം, പിടിവാശി ഒഴിവാക്കുക. ബി ഓപ്പൺ ടു ചേഞ്ച്, നമ്മൾ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യാൻ തയ്യാറാവുക. ആൻഡ് റെസ്പെക്ട് അതേഴ്സ് ഒപ്പീനിയൻ, മറ്റുള്ള ആളുകളുടെ ഒപ്പീനിയൻ മാനിക്കുക എന്നുള്ളത്. ദെൻ നെക്സ്റ്റ്, അപ്പം ഡോഗ്മാറ്റിസം ഒരു ഇമ്പോർട്ടൻറ്റ് വേർഡാണ്, അതായത് പിടിവാശി എന്നുള്ളൊരു വേർഡ്. ദെൻ ട്രൂ ഇൻ്റലക്ച്വൽ ഇൻറ്റഗ്രിറ്റി ഡിമാൻഡ്സ് ക്വസ്റ്റ്യനിങ് അതോറിറ്റി. അതായത് നമ്മുടെ ഇൻ്റലക്ച്വൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള ഒരു കഴിവ് എന്ന് പറഞ്ഞത് അത് നമ്മുടെ അതോറിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. മീൻസ് അതോറിറ്റിയെ ജെന്റിലായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. അതോറിറ്റി പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ചെവികൊള്ളാതെ അതിനൊന്ന് ജസ്റ്റ് സയൻറ്റിഫിക് ഒബ്സർവേഷന് വിധേയമാക്കിക്കൊണ്ട് ഉള്ള കാര്യങ്ങൾ. സീക്കിങ് എവിഡൻസ് ആൻഡ് റീസൺ, നമ്മൾ എന്ത് ചെയ്യണം, എന്ത് കാര്യം പറഞ്ഞാലും ആര് പറഞ്ഞാലും അതിനുള്ള പ്രൂഫുകൾ നമ്മൾ ചോദിക്കണം. അതുപോലെ റീസൺ, യുക്തിപരമായിട്ട്, അതുപോലെ തന്നെ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയണം. അപ്പോൾ ഏത് സംഗതിയാണെങ്കിലും ഓക്കെ, ഒരു പ്രത്യേക സംഭവം ഇവിടെ പറയുന്നില്ല, അത് എന്താണെങ്കിലും നമ്മളതിനെ സയൻറ്റിഫിക് യെസ് എന്ന് പറയുന്നതിന് പകരം നമ്മളതിനെ വൈ യെസ്, വൈ നോ, എന്തുകൊണ്ട് നമ്മൾ യെസ് പറഞ്ഞു, എന്തുകൊണ്ട് നോ പറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കണം. ഡോണ്ട് റിലൈ സോൺലി ഓൺ അതേഴ്സ് ഒപ്പീനിയൻ, മറ്റുള്ള ആളുകൾ പറയുന്ന ഒപ്പീനിയൻസ് അതുപോലെ ചെവികൊള്ളാതെ അതിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ രീതിയിലുള്ള ഫാക്കൽറ്റീസ് ഒക്കെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. ദെൻ ഫിഫ്ത്ത് വൺ, കീപ് ഒബ്സർവിങ് തിങ്സ്. ഓക്കെ, കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കുക, നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. ആൻഡ് ഹാവ് എ സയൻറ്റിഫിക് മൈൻഡ് സെറ്റ്, നമുക്ക് എന്ത് ചെയ്യണം, നല്ലൊരു ശാസ്ത്രീയമായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാകണം. മേക്ക് ഒപ്പീനിയൻസ് അണ്ടർഗോ, സിക്സ്ത് പോയിന്റ് ആണ്, മേക്ക് ഒപ്പീനിയൻസ് അണ്ടർഗോ എക്സ്പെരിമെൻറ്റേഷൻ ത്രൂ എംപിരിസിസം. എംപിരിസിസം എന്ന് പറഞ്ഞാൽ അറിയുക എന്നുള്ള നോളജാണ്. സോ നോളജ് കരസ്ഥമാക്കുക, പരമാവധി കരസ്ഥമാക്കുക എക്സ്പെരിമെൻസിലൂടെ. ഓക്കെ, നമ്മൾ ഒരുപാട് ഇപ്പം എന്ത് ജോലിയാണെങ്കിലും അതൊരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും അല്ലേ, കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ടാവും. സോ ഫെയിലിയേഴ്സ് ഉണ്ടാവും, അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. സോ ഒരുപാട് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ അതിലെ തെറ്റുകൾ കണ്ടെത്തുന്നു, നമ്മൾ സ്വയം തിരുത്തുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു, മറ്റുള്ളവർ തിരുത്തുന്നു എന്നുള്ള കാര്യങ്ങൾ അത് എംപിരിസിസത്തിലൂടെയാണ് സാധ്യമാവുക. എംപിരിസിസം എന്ന് പറഞ്ഞാൽ നോളജ് സീക്കിംഗ് ആണ്, അതായത് നോളജ് എന്ത് ചെയ്യാം, അറിവ് ലഭിക്കുക എന്നുള്ളത്. സോ ആ അറിവ് ലഭിക്കുന്നതിന് ഒരുപാട് കടമ്പകൾ ഉണ്ടാവും. സോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, തരണം ചെയ്യണം. കൾട്ടിവേറ്റ് മോഡസ്റ്റി, ഏഴാമത്താണ്, നമ്മൾ എന്ത് ചെയ്യണം, ഒരു മിതത്വം പാലിക്കുക. നമ്മൾ എത്ര പൊസിഷനിലാണെങ്കിലും ഒരു മിതത്വം, വിനയം കാണിക്കുക എന്നുള്ള റീസണബിൾനെസ്. യുക്തിപരമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു അതോറിറ്റിയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു പൊസിഷനിൽ ഇറങ്ങിക്കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത്. വാല്യൂയിങ് അതേഴ്സ് കൾച്ചേഴ്സ് ഓൾസോ, മറ്റുള്ള കൾച്ചേഴ്സിനെയും മറ്റുള്ള ആളുകളെയും എന്ത് ചെയ്യാം, വാല്യൂ ചെയ്യുക, അവർക്ക് വില കൊടുക്കുക. അവോയ്ഡ് ഹുബ്രിസ് എന്ന് പറഞ്ഞാൽ അഹങ്കാരം ഒഴിവാക്കുക. ടു മച്ച് ഓഫ് സെൽഫ് എസ്റ്റീം ഇസ് ഡേഞ്ചർ, അതായത് കുറച്ചൊക്കെ ഒരു സെൽഫ് എസ്റ്റീം, അഭിമാനബോധം എന്ന് പറയുന്നത് എന്താണ്, നല്ലതാണ്, പക്ഷേ അത് കൂടുതലാകുമ്പം ഇറ്റ് ഈസ് ഡേഞ്ചർ എന്നാണ്. ഇനി 9th വൺ,
ഫിയർ ഈസ് എ മേജർ സോഴ്സ് ഓഫ് ഇൻ്റലക്ച്വൽ എറർ. ഓക്കെ, ഫിയർ എന്ന് പറഞ്ഞത് എന്താണ് ഇൻ്റലക്ച്വൽ എററിൻ്റെ ഒരു മേജർ സോഴ്സാണ്. നമ്മൾ തെറ്റുവരുത്താൻ ഉണ്ടാവുന്ന ഇതിൽപ്പെട്ട് ഒരു ഫിയർ എന്ന് പറയുന്നത് തെറ്റുവരുത്താൻ പിന്നെ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഫിയറോട് കൂടി നമ്മളിപ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഫിയർ ഉണ്ടെങ്കിൽ എന്താണ് അതൊരു തടസ്സമാണ്. എന്ത് കാര്യങ്ങൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഫിയർ ഉണ്ടെങ്കിൽ അതൊരു എററായിട്ട് അത് കൾമിനേറ്റ് ചെയ്യും, പര്യവസാനിക്കും. സോ ഫിയർലെസ് ആയിട്ട് എങ്ങനെ നമുക്ക് മുന്നേറാം എന്നുള്ള കാര്യം. സോ അവോയ്ഡ് ഇറാഷണൽ ഫിയേഴ്സ്, സൂപ്പർസ്റ്റീഷൻസ് അന്ധവിശ്വാസങ്ങൾ, ആങ്സൈറ്റീസ്. ഓക്കെ, ഇവിടെ 2 ആങ്സൈറ്റീസ് ഒന്നും ഒരു ആങ്സൈറ്റി ഉള്ളൂ. ഉത്കണ്ഠകൾ ഒഴിവാക്കുക. ഇൻ ചൈനീസ് കൾച്ചറിൽ ഒരു സൂപ്പർസ്റ്റിഷൻ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് യൂഷ്വൽ അമംഗ് ഫീമെയിൽ ടു ഹാവ് സ്മോൾ ഫീറ്റ്. അതായത് മഞ്ജൂസ് എന്ന് പറയുന്ന വിഭാഗക്കാർ, അവരെ അവിടെ ചൈന ഭരിച്ചപ്പം ചൈനയിലെ സ്ത്രീകൾക്ക് ഫീമെയിലിന് എന്താണ് ചെറിയ ഫീറ്റുകൾ വേണം, അതാണ് സൗന്ദര്യത്തിൻ്റെ അടയാളം എന്നവർ വിശ്വസിച്ചു. ഓക്കെ, അങ്ങനെ അവർ നിർബന്ധം പിടിച്ചുകൊണ്ട് സ്ത്രീകളുടെ ആ ഒരു കാലുടെ സൗന്ദര്യം സ്മോൾ ഫീറ്റ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കെട്ടിവെക്കണം, അല്ലെങ്കിൽ ടോയും അതുപോലെ തന്നെ ആ ഒരു ഹീലിൻ്റെ ഭാഗവും കെട്ടിവെക്കണം. അങ്ങനെ വേദനിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു, ഈ ഒരു കാര്യം ചെയ്തു. അതായത് പിന്നെ ഫീമെയിൽ ബ്യൂട്ടിക്ക് ഇത്